അപ്പോൾ എല്ലാവർക്കും ഇന്ന് മണ്ടേക്കിലെ വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ വിളിച്ചാൽ നമ്മൾ ബീഡിങ് ഒക്കെയാണ്, അതായത് രണ്ടിക്കൊന്നിൻ്റെ ബീഡിങ്ങാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അരിയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പണി തീരും. പിന്നെ മെയിനായിട്ട് എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ഒരു മില്ലിക്ക് വരെ വളവോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈ സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും. സിമ്പിളായിട്ട് നമുക്ക് വെക്കാമെന്നുള്ളൊരു കാര്യമാണത്. ഇനി നമുക്ക് പണി തുടങ്ങാം. അപ്പം നമ്മൾ എടുത്തേക്കണത് ഇപ്പോൾ ഒരു 12 അടിയിലെ വലിയൊരു ചാനലാണ് എടുത്തേക്കണത്. അത് എടുത്തിട്ട് നമ്മൾ രണ്ടറ്റത്തും ഓരോ ക്ലാമ്പ് അങ്ങോട്ട് ഇടേണ്ടതാണ്. ക്ലാമ്പുകൾ ഒരു ഇഞ്ച് അടിച്ച് വെച്ചുകൊണ്ട് നമ്മൾ ക്ലാമ്പ് ഇടന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതായത് മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണത്. എന്നിട്ട് നമ്മൾ സെൻറ്ററിലും അതുപോലെ ചെക്ക് ചെയ്യും, വല്ല വളവോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ക്ലാമ്പ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചാനലിന് എടുത്തുകൊണ്ട് അടിയിൽ നമ്മൾ ചെറുതായിട്ടൊരു വര വരക്കണം. അതെന്ന് വെച്ചാൽ നമുക്ക് ചാന്ത് എന്തോരം ഇറക്കി വെക്കണം, കയറ്റി വെക്കണം എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അതിനെ മാർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മൊത്തത്തിൽ ഈ സാധനം നമ്മൾ ചാന്തങ്ങാട് തേച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത മുഴക്കോൽ വെക്കാൻ പോകുന്നത്. മുഴക്കോൽ എന്ന് പറയുമ്പോൾ 2 ഇഞ്ചിന് മാർക്ക് ചെയ്തേക്കണതിൻ്റെ അടിയിലോട്ട് നമ്മൾ മുഴക്കോൽ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റീലാണി അടിച്ച് കളയണം. അപ്പോൾ എന്നുണ്ടെങ്കിൽ മുഴക്കോൽ ഒരിക്കലും ഇരിക്കുകയുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അത്യാവശ്യം വെള്ളത്തിൽ ആ ഒരു പരിക്കെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളത് സിമെൻറ്റ് ഒടിച്ച് ഉണക്കിയ ശേഷം പിന്നെ നമ്മൾ ഇത്തിരി ടൈറ്റ് മസാല എടുത്തിട്ട് ആ സാധനം നന്നായിട്ട് അങ്ങോട്ട് തേച്ച് ഫിനിഷിങ് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് ഉണക്കുണ്ടെങ്കിൽ നമുക്ക് ചാന്ത് വെക്കാം, അല്ലെങ്കിൽ വെള്ളമാണെങ്കിൽ നമുക്ക് സിമെൻറ്റ് ഒടിയിൽ നമുക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരാൻ പറ്റും. എന്നാൽ ഇത് 1 ഇഞ്ചിൻ്റെ ബീഡിങ്ങൊക്കെ അരിക്കണമെങ്കിൽ വലിയൊരു പാടാണത്. അത് കറക്റ്റായിട്ട് കിട്ടുകയില്ല, വളഞ്ഞും പോകും. അത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ വെക്കണം, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് എഴുതിയിടണം. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.